പ്രിയമുള്ളവരെ, വചനജ്വാല 1528 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ 6 വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 47 അധ്യായം 1 മുതൽ 25 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. ദാവീദ്. അവന് ശേഷം ദാവീദിന്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തി. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു. അവൻ കോലാട്ടിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻ കുട്ടികളോട് എന്ന പോലെ കരടികളുമായും കളികളായി. അവൻ യൗവനത്തിൽ കവിണയിൽ കല്ല് ചേർത്ത് കരം ഉയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ? ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ? അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു. തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് എന്റെ വലത്തുകരം ശക്തമാക്കി. 10,000 മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിന്റെ കിരീടമണിയിച്ചു. കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചു മാറ്റി. എതിരാളികളായ ഫിലിസ്ത്യരെ അവൻ നശിപ്പിച്ചു. ഇന്നും അവർ ശക്തിയുറ്റവരായി കഴിയുന്നു. തന്റെ എല്ലാ പ്രവർത്തികളിലും അവൻ അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ചു. പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. ബലിപീഠത്തിന് മുൻപിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. അവർ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുൻപ് തന്നെ വിശുദ്ധതലം മുഖരിതമായി. കർത്താവ് അവന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് അവനെ രാജ്യത്വവും ഇസ്രായേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും ഉടമ്പടി വഴി നൽകി. സോളമൻ. ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി. അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി. സോളമന്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു. ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി. അവിടുത്തെ നാമത്തിൽ അവൻ ഒരു ആലയം നിർമ്മിച്ചു. എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി. യവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു! നിന്റെ വിജ്ഞാനം നദി പോലെ കവിഞ്ഞൊഴുകി. നിന്റെ ജ്ഞാനം ലോകമാസകലം വ്യാപിച്ചു. അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു. നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിൽ എത്തി. സമാധാനപൂർണമായ ഭരണം നിമിത്തം നീ പ്രിയങ്കരനായി. നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപങ്ങളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഇയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി. അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി. നിന്റെ സൽകീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി.
സന്തതി പരമ്പരയെ മലിനമാക്കി അവരുടെ ക്രോധത്തിന് ഇരയാക്കി. നിന്റെ ഭോഷത്വം അവർക്ക് ദുഃഖ കാരണമായി. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു. എഫ്രായിമിൽ നിന്ന് ഉദ്ധതമായ ഒരു രാജ്യം ഉയർന്നു വന്നു. കർത്താവ് ഒരിക്കലും കാരുണ്യം വെടിയുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല. അവിടുന്ന് താൻ തിരഞ്ഞെടുത്തവന്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല. അതിനാൽ യാക്കോബിന് ഒരു ഗണത്തെയും ദാവീദിന്റെ വംശത്തിൽ ഒരു സന്തതിയെയും അവൻ അവശേഷിപ്പിച്ചു. റഹോബാവാം, ജൊറോബാവാം. സോളമൻ പിതാക്കന്മാരോട് ചേർന്നു. അവന്റെ സന്തതികളിൽ ഒരുവൻ സ്ഥാനമേറ്റു. വിഡിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനുമായ റാഹോബാവാമിന്റെ ഭരണം ജനങ്ങളെ കലാപത്തിന് കാരണമായി. നൊബാത്തിന്റെ പുത്രൻ ജൊറോബാവാമും ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ചു. എഫ്രായിമിനെ പാപമാർഗത്തിൽ നടത്തി സ്വദേശത്തു നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി. തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നോബ്ലോക്കിലെ വിശുദ്ധ ലയോനാർഡിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ക്ലോവിഡ് പ്രഥമൻ രാജാവിന്റെ കൊട്ടാരത്തിലെ പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു ലയോനാർഡ്. വിശുദ്ധ റെമീജിയൂസ് ആണ് മാനസാന്തരപ്പെടുത്തി ക്രിസ്തു മതത്തിൽ ചേർത്തത്. സ്വർഗീയ മഹത്വത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഉദ്യോഗം രാജിവെച്ച് വിശുദ്ധ റെമീജിയൂസിന്റെ ശിഷ്യനായി. ഗുരുവിന്റെ നിഷ്കപടതയും വിനയവും ഉപവിയും തീഷ്ണതയും ലയോനാർഡ് തന്റെ ജീവിതത്തിൽ പകർത്തി. കുറെ നാൾ സുവിശേഷം പ്രസംഗിച്ച് നടന്നു. അവസാനം വിശുദ്ധ മെസ്മിന്റെ ആശ്രമത്തിൽ ചേർന്ന് സന്യാസവ്രതം സ്വീകരിച്ചു. കൂടുതൽ ഏകാന്തതയ്ക്ക് വേണ്ടി വനത്തിലേക്ക് പുറപ്പെട്ടു. ബെറി എന്ന സ്ഥലത്ത് അനേകരെ മാനസാന്തരപ്പെടുത്തി. പിന്നീട് നോബ്ലോക്ക് എന്ന വനത്തിൽ ഒരു പ്രാർത്ഥനാലയം സ്ഥാപിച്ചു. സസ്യങ്ങളും വന്യപ്പഴങ്ങളും മാത്രമായിരുന്നു ആഹാരം. ഒരുപാട് തടവുകാരെ സന്ദർശിച്ച് അവരെ നല്ല വഴിക്ക് തിരിച്ചുവിട്ടിരുന്നു. 559 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ നോബ്ലോക്കിലെ വിശുദ്ധ ലയോനാർഡിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. വിശുദ്ധ ലയോനാർഡിന്റെ മാധ്യസ്ഥം സ്വീകരിച്ച് നമ്മൾ ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.